പ്രിയമുള്ളവരെ, ബ്രില്യൻ PSC കോച്ചിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്ററ്റ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള EVS വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നിർബന്ധമായും എല്ലാവരും ചോദ്യങ്ങൾ ആവർത്തിച്ച് കേൾക്കണം, മനസ്സിലാക്കി പഠിക്കണം. എല്ലാവർക്കും ഉയർന്ന മാർക്ക് നേടി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. ഏറ്റവും നല്ല കർഷകന് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന അവാർഡ് ഏത്? ഉത്തരം കർഷകോത്തമ. ഇന്ത്യയിൽ നാളികേര ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? ഉത്തരം പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം കോഴിക്കോട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. കേരളത്തിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം കോട്ടയം. ഇന്ത്യയിൽ കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. കുരുമുളക് ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന ജില്ലകൾ? ഉത്തരം വയനാട്, ഇടുക്കി. ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം ഇടുക്കി. സുഗന്ധവിളകളുടെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഉത്തരം കണ്ണൂർ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തോട്ടം എന്നറിയപ്പെടുന്നത്? ഉത്തരം കേരളം. കേരളത്തിലെ മുഖ്യ തോട്ടവിള ഏതാണ്? ഉത്തരം തേയില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യമേത്? ഉത്തരം നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള ഏതാണ്? ഉത്തരം നാളികേരം. കേരളത്തിൽ മധുരക്കിഴങ്ങ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തരം മണ്ണുത്തി. കേരളത്തിലെ കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രം ഏത്? എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. ക്ഷീര ഉൽപാദന രംഗത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഖ്യ സ്ഥാപനം ഏതാണ്? ഉത്തരം മിൽമ. പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിന് പറയുന്ന ശാസ്ത്രീയ നാമം? ഉത്തരം സെറികൾച്ചർ. തേനീച്ച വളർത്തലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം എപ്പികൾച്ചർ. കർഷകർക്ക് കാർഷിക വായ്പ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം? ഉത്തരം നബാർഡ്. മണ്ണു സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം അഗ്രോണമി. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ലോക നാളികേര ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 2. കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം മണ്ണിര. കർഷകന്റെ മിത്രമായ പാമ്പ്? ഉത്തരം ചേര. കർഷകന്റെ മിത്രമായ പക്ഷി? ഉത്തരം മൂങ്ങ. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി? ഉത്തരം കാക്ക. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത്? ഉത്തരം മണ്ണിര. ഇന്ത്യയുടെ ഈന്തപ്പഴം എന്നറിയപ്പെടുന്നത്? ഉത്തരം പുളി. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഏത്തപ്പഴം. തവിട്ട് സ്വർണം എന്നറിയപ്പെടുന്നത്? ഉത്തരം കാപ്പി. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? ഉത്തരം കൈതച്ചക്ക. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലം ഏതാണ്? ഉത്തരം
മാമ്പഴം. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം കുരുമുളക്. പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പടവലങ്ങ. മാവിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാവിനം ഏതാണ്? ഉത്തരം മൽഗോവ. പഴവർഗ്ഗങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത്? ഉത്തരം മാങ്കോസ്റ്റിൻ. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത്? ഉത്തരം വാനില, തേയില. ഹരിത സ്വർണം എന്നറിയപ്പെടുന്നത്? ഉത്തരം മുള. നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്? ഉത്തരം കശുവണ്ടി. നാണ്യവിളകളിൽ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്? ഉത്തരം കുരുമുളക്. മഹാ ഔഷധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇഞ്ചി. മാംസ്യ സംരംഭകൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം പയറുവർഗ സസ്യങ്ങൾ.